തലശ്ശേരിയിൽ NDF പ്രവർത്തകൻ ഫസലിനെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായ വഴിത്തിരിവ്. താൻ ഉൾപ്പെടുന്ന RSS പ്രവർത്തകരാണ് ഫസലിനെ കൊലപ്പെടുത്തിയത് എന്ന പടുവിലായി മോഹനൻ വധക്കേസിലെ പ്രതി സുബീഷ് പോലീസിന് മൊഴി നൽകി. കേസിൽ CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രതികളാണ് എന്ന് CBI കണ്ടെത്തിയ കേസിലാണ് നിർണായകമായ വഴിത്തിരിവ്. PV ജോഷില ഞങ്ങളുടെ പ്രതിനിധി. ജോഷില, ഈ കുറ്റപത്രം സമർപ്പിച്ച കേസ് കൂടിയാണ് ഇത്. മറ്റൊന്ന്, 2006 സംഭവിച്ച സുപ്രധാനമായ കേസ്, കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CBI ഏറ്റെടുക്കുന്ന ആദ്യത്തെ കേസ് കൂടിയാണ് ഇത്. CPM നേതാക്കൾ നിൽക്കുന്ന കേസ് കൂടി ആ അർത്ഥത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിലാണ് ഇപ്പോൾ വളരെ നിർണായകമായ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അരുൺ, തലശ്ശേരിയിൽ 2006 NDF പ്രവർത്തകൻ ഫസൽ കൊല്ലപ്പെട്ട കേസ് നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കേസ് ഒരു പ്രമാദമായ കേസായിരുന്നു അക്കാലത്ത്. അന്ന് തന്നെ NDF പ്രവർത്തകർ ആരോപിച്ചിരുന്നത് RSS പ്രവർത്തകരാണ് ഈ ഫസൽ വധത്തിന് പിന്നിൽ എന്നായിരുന്നു. എന്നാൽ പിന്നീട് പോലീസും CBIയും അടക്കം ഇടപെട്ടുകൊണ്ട് എന്ന് വേണം പറയാൻ. അത് CPIM പ്രവർത്തകർക്കു നേരെ തിരിയുകയും അത്തരത്തിൽ CPM നേതാക്കൾ അറസ്റ്റിലാവുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. തന്നെ തലശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്ന കാരായി രാജനെ അടക്കം കൊടുക്കാൻ ബോധപൂർവം ഇത്തരത്തിലൊരു ശ്രമം നടന്നു എന്നുള്ള പരാതി അന്ന് തന്നെ ഉയർന്നിരുന്നു. മാത്രമല്ല, പിന്നീട് ഫസലിന്റെ സഹോദരനടക്കം രംഗത്ത് വന്ന അവസ്ഥ കൂടിയുണ്ടായി. RSS കാരാണ് തന്റെ സഹോദരനെ കൊന്നത് കേസിന്റെ പിന്നിൽ എന്ന് പ്രവർത്തിച്ചത് എന്ന് പിന്നീട് ഫസലിന്റെ സഹോദരൻ വെളിപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായിട്ടും CPIM പിന്തുടരുന്ന ഒരു സ്ഥിതിയാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. ഇത് ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ്. വധത്തിന് പിന്നിൽ താൻ ഉൾപ്പെടുന്ന RSS പ്രവർത്തകരാണെന്ന് RSS പ്രവർത്തകൻ തന്നെ പോലീസിന് മൊഴി. CPIM ലോക്കൽ കമ്മിറ്റി അംഗം പടുവിലായി മോഹനെ വെട്ടിക്കൊന്ന കേസിൽ പിടിയിലായ RSS പ്രവർത്തകൻ കുപ്പി സുബീഷ് എന്നറിയപ്പെടുന്ന സുബീഷിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ സുബീഷ് പോലീസിന് മുൻപിൽ പറഞ്ഞത്. CI വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സുബീഷിനെ ചോദ്യം ചെയ്തത്. RSS പ്രവർത്തകർ ഫസലിനെ കൊന്നതെന്നാണ് സുബീഷ് പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച രേഖകളും വീഡിയോ ചിത്രങ്ങളും SP സഞ്ജയ് ഗുരുഡിൻ ഇന്ന് തിരുവനന്തപുരത്ത് സർവകക്ഷി സമാധാന യോഗത്തിൽ എത്തിയപ്പോൾ DGPക്കും അതുപോലെ തന്നെ CMനും കൈമാറി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അരുൺ, ഇക്കാര്യത്തിൽ പുനരന്വേഷണത്തിൻ്റെതടക്കമുള്ള സാധ്യതകൾ ഇനി നിലനിൽക്കുന്നുണ്ടോ? കാരണം അത്ര ഗൗരവതരമായ ഒരു വെളിപ്പെടുത്തലാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ നിയമസാധ്യത, സാധുതകൾ ഒക്കെ എങ്ങനെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്? ജോഷില. തീർച്ചയായും CBI അന്ന് തന്നെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത്തരത്തിൽ ഒരു കേസ് കൈകാര്യം ചെയ്തത് എന്നുള്ള ഒരു പരാതി അന്ന് തന്നെ ഉയർന്നിരുന്നു. വീണ്ടും കേസ് പുനരന്വേഷണത്തിനായി നൽകണം എന്നുള്ള രീതിയിൽ PV ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയിരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ കൂടി ചേരുന്നു. കുട്ടൻ, ഏറെ കോളിളക്കം സൃഷ്ടിച്ച വളരെ നിർണായകമായ കേസിലാണ് ഇത്തരത്തിലൊരു വലിയ വെളിപ്പെടുത്തൽ നിലവിലുണ്ടായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കുറ്റപത്രം സമർപ്പിച്ച കേസ് കൂടിയാണ് ഇത്. ഈ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നതിന്റെ സാഹചര്യത്തിൽ പുനരന്വേഷണം എന്ന തരത്തിലേക്കുള്ള സാധ്യതകൾ തുറക്കപ്പെടുന്നുണ്ടോ ഇക്കാര്യത്തിൽ? അരുൺ, ഫസൽ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വഴിത്തിരിവ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ വലിയ ചർച്ചയായ ഒരു സംഭവമായിരുന്നു ഫസൽ കേസ്. കണ്ണൂരിലെ തലശ്ശേരിയിൽ NDF പ്രവർത്തകനായിരുന്ന ഫസൽ കൊല്ലപ്പെട്ടത് 2006 2006 ഒക്ടോബർ മാസത്തിലാണ് ഫസൽ കൊല്ലപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം 5 പേരെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിലാണ് CPIMന്റെ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവായ കാരായി രാജൻ, അതുപോലെ തന്നെ തലശ്ശേരിയിലെ നേതാവായ കാരായി ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഈ കേസിൽ പ്രതി ചേർത്തത്. ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. കണ്ണൂരിൽ CPM നേതാക്കളെ പ്രതി ചേർത്തത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഇതിൽ CPIMന് പങ്കില്ലായിരുന്നു. ഇത് RSS ആണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്ന് ഉൾപ്പെടെയുള്ള വാദങ്ങളുമായി CPM നേതൃത്വം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതിന് ആധികാരികമായ പല തെളിവുകളും ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും കണ്ണൂരിൽ മത്സരിച്ചപ്പോൾ, ജില്ലാ പഞ്ചായത്തിലേക്കും അതുപോലെ തലശ്ശേരി നഗരസഭയിലേക്കും മത്സരിച്ചപ്പോൾ ഇത് സംബന്ധിച്ച വലിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരുന്നു. ഫസലിന്റെ സഹോദരൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ നേതാക്കൾക്ക് പങ്കില്ലാതെന്നും CPIM അല്ല ഈ സംഭവം നടത്തിയതെന്നും ഇതിന്റെ പിന്നിൽ RSS ആണ് എന്ന തരത്തിൽ ഫസലിന്റെ സഹോദരൻ തന്നെ വെളിപ്പെടുത്തൽ നടത്തിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ പല ഘട്ടങ്ങളിലായി കണ്ണൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട BJP പ്രവർത്തകർ OK വാസ് മാസ്റ്റർ, A അശോകൻ, അതുപോലെ സുധീഷ് മിനി ഉൾപ്പെടെയുള്ള നിരവധിയായ BJP പ്രവർത്തകർ CPIMലേക്ക് ചേർത്ത് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ CPIMലേക്ക് വന്ന BJP പ്രവർത്തകരിൽ നിന്നും
പലപ്പോഴായി പല രഹസ്യങ്ങളും വെളിപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഈ ഫസൽ കേസ് ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും BJP പ്രവർത്തകരാണ് എന്നുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. അതിനെല്ലാം ആധികാരികമാവുന്ന പുതിയ തെളിവാണ് ഇപ്പോൾ വീണ്ടും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം കണ്ണൂർ ജില്ലയിൽ കൊല്ലപ്പെട്ട CPIM പ്രവർത്തകൻ പാതിരിയാടെ CPIM നേതാവ് മോഹനന്റെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത പ്രതിയിൽ നിന്നാണ് ഇത്തരം നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ പോലീസിനെ ലഭിച്ചിരിക്കുന്നത്. കൂട്ടൻ തുടരുക. MV ജയരാജൻ അദ്ദേഹം കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ MV ജയരാജൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കാരണം വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഫസൽ കേസിൽ CBI നിരപരാധികളെയാണ് പ്രതികളാക്കിയത് എന്നും കഴിഞ്ഞ കുറെ വർഷക്കാലമായി ജയിലിലും നാടുകടത്തപ്പെട്ടതിനെ തുടർന്ന് അന്യനാട്ടിലുമായി കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ഉൾപ്പെടെയുള്ളവർ കഴിയുന്നുവെന്നുള്ളത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയ കാര്യമായിരുന്നു. ഞങ്ങൾ പറഞ്ഞ കാര്യം സാധൂകരിക്കുന്ന തെളിവുകളാണ് പുതുതായി വന്നു കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും നിരപരാധികളാണ് കാരായി രാജനും ചന്ദ്രശേഖരനും ഉൾപ്പെടെയുള്ളവർ. അവർ കള്ളക്കേസിൽ പ്രതികളാക്കപ്പെട്ടതായിരുന്നു. CBIയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അന്ന് രാജനെയും ചന്ദ്രശേഖരനെയും പ്രതികളാക്കിയത്. അപ്പം നിരപരാധികൾ കേസിൽ പ്രതികളാക്കപ്പെടുകയും യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്തതാണ് എന്നത് ഇപ്പോ സുബീഷിന്റെ മറ്റൊരു കേസിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ നൽകിയ മൊഴിയിലൂടെയാണെങ്കിലും സത്യം പുറത്തു വന്നിരിക്കും. സമാനമായി കേരളത്തിൽ മതിലകം കേസ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതികളാക്കപ്പെട്ടവർ നിരപരാധികളാണെന്നും യഥാർത്ഥ പ്രതികൾ തെളിവുകളും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന ആളുകളാണെന്നും പുറത്തു വന്നപ്പോൾ ജുഡീഷ്യറി സ്വീകരിച്ച ഒരു സമീപനമുണ്ട്. ജുഡീഷ്യറിയുടെ ആപ്തവാക്യം 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെട്ടുകൂടാ എന്നാണ്. ഇവിടെ നിരപരാധിയാണ് കഴിഞ്ഞ ഒട്ടേറെ വർഷക്കാലമായി കള്ളക്കേസിൽ പ്രതിയാക്കപ്പെട്ടതിനെ തുടർന്ന് നാട്ടിലും വീട്ടിലും കയറാൻ കഴിയാത്ത അവസ്ഥയുണ്ടായത്. അപ്പോൾ ആ നിരപരാധി ഇവിടെ ശിക്ഷ ഇതിനകം ഏറ്റെടുക്കേണ്ടി വന്നു കള്ളക്കേസിൽ പ്രതിയാക്കിയതിനെ തുടർന്ന്. അടിയന്തരമായും ഈ വസ്തുത മനസ്സിലാക്കി CBI യഥാർത്ഥ പ്രതികളെ പിടികൂടുകയും നിരപരാധികളെ വിട്ടയക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇക്കാര്യത്തിൽ വളരെ ഗൗരവതരമായ ആരോപണങ്ങൾ അന്ന് തന്നെ നിങ്ങളടക്കമുള്ളവർ ആരോപിച്ചിരുന്നല്ലോ. കാരണം CPM നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതി ചേർക്കപ്പെട്ടത് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ കൂടി പ്രത്യേക താല്പര്യപ്രകാരമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, ഈ കൊല നടന്നതിന്റെ വളരെ അടുത്ത് തന്നെ അന്ന് NDF നേതാവായിരുന്ന ജില്ലാ കൺവീനർ AC ജലാലുദ്ദീൻ തന്നെ പറഞ്ഞിരുന്നു ഈ കാര്യങ്ങൾ ചെയ്തത് ഇവരാണ് എന്നതൊക്കെ തരത്തിൽ. അതൊക്കെ ചരിത്രമാണ്. അതൊക്കെ പരിഗണിക്കുമ്പോൾ എങ്ങനെയാണ് കാണാനാവുക? അന്ന് തന്നെ CPIM അല്ല ഫസലിനെ കൊലപ്പെടുത്തിയത് എന്നത് ഫസലിന്റെ രാഷ്ട്രീയ പാർട്ടിയായ SDPI വ്യക്തമാക്കിയിരുന്നു. അതെ, അന്ന് സമാധാന യോഗം, ഈ കൊലപാതകം നടന്ന് ഏതാനും സമയത്തിനകം ചേർന്ന സമാധാന യോഗത്തിൽ SDPIയുടെ പ്രതിനിധികൾ തലശ്ശേരി RDO ഓഫീസിൽ വെച്ച് ഈ സമാധാന യോഗത്തിൽ കൊലയാളികൾ തന്നെ ഇരിക്കുന്നു എന്നതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. RSSകാരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അവരത് പറഞ്ഞത്. തൊട്ടടുത്ത ദിവസം SDPIയുടെ സ്റ്റേറ്റ്മെന്റും വന്നു, RSS ആണ് കൊലപാതകം നടത്തിയത് എന്ന്. കൊല നടന്ന സ്ഥലത്തിന്റെ സമീപ സ്ഥലത്തുള്ള സാക്ഷികളും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള മൊഴികളാണ് നൽകിയത്. പിന്നീട് ബോധപൂർവം CPIM പ്രവർത്തകന്മാരെ ഈ കേസിൽ തെളിവുകളും വസ്തുതകളും ഇല്ലാതെ കുടുക്കുകയായിരുന്നു. അതാണ് രാഷ്ട്രീയമായി CPIMനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം അന്നത്തെ CBIക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഞങ്ങൾക്ക് കാരണം. അതായത് ഈ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നതിന്റെ പരിണിത ഫലം കൂടിയാണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്നുകൂടിയാണോ? യെസ്, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലോ, കൂട്ടിലിട്ട തത്തിയാണ് CBI എന്ന്. അപ്പൊ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തുകൊണ്ട് നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കിയതിന്റെ ആ കാര്യമാണ് ഇന്നിപ്പോ പുറത്തു വരുന്നത്. സത്യം ഒരു നാൾ വിജയിക്കുക തന്നെ ചെയ്യും. എല്ലാ കാലത്തും സത്യം മൂടി വെക്കാൻ കഴിയില്ല. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു,
ഇരിങ്ങാലക്കുടക്കാരൻ ഒരു RSSന്റെ പ്രചാരകൻ കണ്ണൂരിൽ ചാർജ് എടുത്ത് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹമാണ് ഫസൽ കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഈ വിവരം പുറത്തു വരാൻ കാരണം എന്താ? BJPയും RSSുമായി നിന്നിരുന്ന കുറെ പേർ OK വാസുമാഷയുടെയും അശോകന്റെയും നേതൃത്വത്തിൽ അവരിൽ ആ രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് CPMുമായി സഹകരിക്കാൻ തയ്യാറായി. അങ്ങനെ സഹകരിക്കാൻ തയ്യാറായ കൂട്ടത്തിലുള്ളവർക്ക് ഇതിലെ യഥാർത്ഥ പ്രതികളെ അറിയാം, യഥാർത്ഥ സംഭവം അറിയാം. അവരുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നപ്പോഴാണ് നാടാകെ ഞെട്ടിപ്പോയത്. യഥാർത്ഥത്തിൽ എന്താണ് ഫസലിന്റെ കൊലപാതകത്തിന്റെ പിന്നിലെന്ന് എന്ന വസ്തുത പുറലോകം അറിഞ്ഞത്. അപ്പൊ ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യം ശരിയാണെന്ന് ഇന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് ബോധ്യമായിരിക്കും. ദയവായി തുടരുക. JR പത്മകുമാർ BJP നേതാവ്, അദ്ദേഹം കൂടി നിലവിൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ JR പത്മകുമാർ, ഈ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് പോലീസ് അദ്ദേഹത്തെ കൊണ്ട് കള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പരാതി നേരത്തെ കൊടുത്തിട്ടുണ്ട്. അവിടെ കണ്ണൂരിലെ ഒരു DISPയും ഒരു സർക്കിൾ ഇൻസ്പെക്ടറും ചേർന്നിട്ടുള്ള ഒരു കളിയാണ്. അതിനെ സംബന്ധിച്ച് ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് ഒപ്പിടിക്കാനും ആ പ്രതിയെ മർദ്ദിച്ചതിനെ സംബന്ധിച്ചിട്ട് പരാതി മുമ്പ് തന്നെ ഉണ്ട്. അപ്പൊ കള്ളക്ക് തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് CPMന് രക്ഷപ്പെടുന്നതല്ല, ഫൈസൽ കൊന്നത് CPM അല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമെന്ന് മാത്രമേ പറയാൻ കഴിയൂ. അങ്ങനെ വളരെ ലളിതമായി ലാഘവത്തോട് ഇതിനെ തള്ളിക്കളയാനാകുമോ? ഗൗരവതരമായ ഒരു വെളിപ്പെടുത്തലാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. ഒന്ന്. രണ്ട്, സജീവമായി അക്കാലം മുതൽ തന്നെ ഈ ഒരു ആരോപണം സജീവമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആ 2006 തന്നെ സർവകക്ഷി യോഗം തന്നെ എടുക്കാം. ഈ സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ NDFകാർ തന്നെ ആലോചിച്ചിരുന്നു ഇക്കാര്യത്തിൽ RSS ആണ് ഇതിന് പിന്നിൽ എന്നത്. അതിന്റെ ചരിത്ര രേഖകളടക്കം ഇപ്പോഴുമുണ്ട്. അങ്ങനെ ചരിത്രം നിലനിൽക്കുകയാണ് ഇങ്ങനെ ഗൗരവതരമായ ഒരു ആരോപണം, ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. ശ്രീ പത്മകുമാർ, അങ്ങനെ അല്ലല്ലോ. അന്ന് അത് ഒരു സംഭവം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, TP ചന്ദ്രശേഖരനെ കൊന്നിട്ട് ആ കാറ് കൊണ്ടുപോയി, ആ വെഹിക്കിൾ കൊണ്ടുപോയിട്ട് അതിലെന്താ എഴുതി വെച്ചത്, അതേപോലെ അത് ഇത് ചെയ്തു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് വന്നു. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം RSS ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ബോധപൂർവ്വം അന്നേ ശ്രമിച്ചിരുന്നു. ഇടയ്ക്ക് അത് കഴിഞ്ഞില്ല. നിഷ്പക്ഷമായി അന്വേഷണം നടത്തിയ സമയത്ത് CPMന്റെ ആളുകളാണ് കരായി ഉൾപ്പെടെ അവിടുത്തെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ ഇതിന്റെ തെളിവായി വെളിവന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ അധികാരം കിട്ടിയപ്പോ അധികാരം ഉപയോഗിച്ചൊരു DSP എന്നൊരു പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് കള്ള മൊഴി ഉണ്ടാക്കാനും മൃഗീയമായി മർദ്ദിക്കാനും അറസ്റ്റ് ചെയ്യുക, മൃഗീയമായി മർദ്ദിക്കുക, അതിനുശേഷം കൺഫെഷൻ സ്റ്റേറ്റ് അദ്ദേഹത്തിന്റേതാണെന്ന് പരിചയപ്പെടുത്തുക, ആ പ്രതിക്ക് പൂർണ്ണമായും സ്വതന്ത്രമായി പറയാൻ അവസരം കിട്ടിയ അത് പറയും. അതിനെ സംബന്ധിച്ച് നിരവധി പരാതികൾ ഇത് ഒരു കുറച്ച് ഈ അധികാരത്തിൽ വന്നതിന് ശേഷം തുടങ്ങിയ നടപടിയാണ്. അതിനെ സംബന്ധിച്ച് ഓരോ ഘട്ടത്തിലും പരാതികൾ ആ ബന്ധപ്പെട്ട അധികാരത്തിലുള്ള സ്ഥാനത്ത് നടത്തിയിട്ടുണ്ട്. എന്തിനാ ഒരു നിഷ്പക്ഷമായ ആശയത്തെ പേടിക്കുന്നത്? ഞങ്ങൾക്കാർക്കും പേടിയില്ല, BJPക്കും RSSനും അതിനെ പേടിയില്ല. പക്ഷെ ഇത് ബോധപൂർവ്വം മാർക്സിസ്റ്റ് പാർട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചില ഉദ്യോഗസ്ഥന്മാര് വലിയ യജമാന പ്രീതി കാണിക്കുന്നതാണ്. അത് നമുക്ക് നിയമമുണ്ടല്ലോ. അപ്പൊ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതനുസരിച്ചിട്ട് നിയമം അതിന്റെ വഴിക്കും. ശ്രീ JR പത്മകുമാർ, ടെലിഫോൺ ലൈനിൽ എന്തോ സാങ്കേതികമായ തകരാറുണ്ട് എന്നാണ് കരുതുന്നത്. താങ്കളെ ഒരിക്കൽ കൂടി ബന്ധപ്പെടാൻ ശ്രമിക്കാം. ശ്രീ MV ജയരാജൻ ടെലിഫോൺ ലൈനിലുണ്ടോ? ശ്രീ MV ജയരാജൻ, കേൾക്കാമോ? കേൾക്കാം. JR പത്മകുമാറിന്റെ ആരോപണം താങ്കൾ കേട്ടിരിക്കും. കാരണം ഇടത് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ CPM ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ ഉപയോഗിച്ച് ഗൂഢാലോചന നടത്തിയതിന്റെ പരിണിത ഫലമാണ് ഈ പുതിയ വെളിപ്പെടുത്തൽ എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. നക്സലൈറ്റ് നേതാവ് വർഗീസ് കൊല്ലപ്പെടുമ്പോൾ CPIM അധികാരത്തിൽ ഉണ്ടായിരുന്നില്ല. CPIM ആണ് ഏറ്റവും ആദ്യമായി വർഗീസ് നക്സലൈറ്റ് നേതാവ് ആയിട്ട് പോലും അദ്ദേഹത്തിനെ പോലീസ് വെടിവെച്ച് കൊന്നതാണ്. കണ്ണ് രണ്ട് ചുഴിന്നെടുത്ത് തിരുനെല്ലി കാട്ടിൽ വെച്ചായിരുന്നു ആ സംഭവമെന്ന് പറഞ്ഞത്. അന്ന് ഞങ്ങളത് പറഞ്ഞതിന് ശേഷം കേരളീയ സമൂഹത്തിന് ആ സത്യം തിരിച്ചറിയുന്നതിന് പോലീസുകാരൻ വെടിവെച്ച് കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത പോലീസുകാരൻ രാമചന്ദ്രന്റെ വെളിപ്പെടുത്തൽ വേണ്ടി വന്നു. കുറെ വർഷങ്ങളെടുത്തു, 3 ദശകത്തോളം. അന്നും ഇടതുപക്ഷമല്ല അധികാരത്തിൽ. ഒരു പോലീസുകാരന്, രാമചന്ദ്രൻ എന്ന് പറയുന്ന പോലീസുകാരനെ ബോധപൂർവം നിങ്ങൾ സത്യം വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നില്ല. പോലീസുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം സത്യം വെളിപ്പെടുത്തപ്പെട്ടു. അതുപോലെ ഒരു RSSകാരൻ ഫസൽ കേസിലെ യഥാർത്ഥ സംഗതികൾ വെളിപ്പെടുത്തി.
അത് സ്വമേധയാ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. താൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് ഒരു വിശ്വാസി കൂടിയായ RSSകാരൻ സത്യം തുറന്നു പറഞ്ഞുപോയി. അതിന് പോലീസിന്റെ മേക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. വർഗീസിനെ കൊലപ്പെടുത്തിയത് പോലീസാണ് എന്ന വിവരം ഒരു റിട്ടയർ ചെയ്തതിന് ശേഷം പോലീസ് കോൺസ്റ്റബിൾ വെളിപ്പെടുത്തിയതിന് അദ്ദേഹത്തിന്റെ മേക്കിട്ട് കയറിയിട്ട് വല്ല കാര്യമുണ്ട്? സത്യം വർഗീസിനെ കൊന്നു എന്നുള്ളതാണ്. വെടിവെച്ച് കൊന്നതാണ്. പോലീസാണ് കൊന്നത്. കരുണാകര ഭരണകാലത്താണ്. ഇപ്പോൾ സത്യം ഫസലിനെ കൊലപ്പെടുത്തിയത് RSS ആണ്. ആ സത്യം കുറച്ചു വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇപ്പോൾ പുറത്തു വന്നപ്പോ പോലീസിന്റെ മേക്കിട്ട് കയറിയിട്ടോ ഇനി ആ RSSകാരന്റെ വെളിപ്പെടുത്തിയ RSSകാരന്റെ മേക്കിട്ട് കയറിയിട്ടോ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അന്ന് തന്നെ ഈ സത്യം പുറത്ത് ജനങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. തലശ്ശേരി നിവാസികൾക്ക് അറിയാമായിരുന്നു. തലശ്ശേരിയുടെ തൊട്ടടുത്ത സെയ്താർ പള്ളിയിലാണല്ലോ സംഭവം നടക്കുന്നത്. സെയ്താർ പള്ളിയിലെ നാട്ടുകാർക്ക് അറിയാമായിരുന്നു. ഈ ഫസലും RSSകാരും തമ്മിലുണ്ടായിരുന്ന തർക്ക പ്രശ്നം ചൊക്ലി പോലീസ് സ്റ്റേഷനിലുണ്ട്. നേരത്തെ തന്നെ ചൊക്ലി പോലീസ് സ്റ്റേഷനിൽ RSSകാർ ഫസലിനെതിരായി കൊടുത്ത പരാതി എവിടെയുണ്ട്. ഇവർ തമ്മിലുള്ള വിരോധം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ വിരോധത്തെ അടിസ്ഥാനമാക്കിയിട്ട് RSSകാർ തന്നെ ഫസലിനെ കൊലപ്പെടുത്തിയതാണ്. അതാണ് സത്യം. അതെ, ശ്രീ JR പത്മകുമാർ, നേരത്തെ ടെലിഫോൺ ലൈനിൽ സാങ്കേതികമായ തടസ്സമുണ്ടായിരുന്നു. അതാണ് താങ്കൾ പറയുന്നത് വ്യക്തമായി കേട്ടിരുന്നു കൂടിയില്ല, അതുകൊണ്ടാണ് കട്ടായത്. ഈ കേസിൽ ആദ്യം പ്രതിയാക്കപ്പെട്ട 3 പേരോട് CBI ഈ കരായിമാരുടെ പേര് പറയണമെന്ന് ആവശ്യപ്പെടുന്നു എന്ന ആരോപണം ഗൗരവതരമായിരുന്നു. മറ്റൊന്ന്, ഈ RSSന്റെ പങ്ക് വ്യക്തമാക്കുന്ന തരത്തിലുള്ള മൊഴികൾ കേസ് ഡയറിയിൽ ഉണ്ട് CBIയുടേത് എന്നും പറയപ്പെട്ടിരുന്നു. അത് സംബന്ധിച്ച റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. സംഘപരിവാറിന്റെ കണ്ണൂരിലെ ആഭ്യന്തര തർക്കങ്ങളുടെ പരിണിത ഫലമായി ഉണ്ടായ ചില പൊട്ടിത്തെറികളിൽ നിന്ന് ഇതിന്റെ യഥാർത്ഥ വസ്തുത ലീക്കായ ചില വാർത്തകളും നമ്മൾ നേരത്തെ കേട്ടിരുന്നു. ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ താങ്കൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല എങ്കിൽ പോലും എങ്ങനെയാണ് ആ വസ്തുതയെ ഗണിക്കുന്നത് നിലവിൽ? ഹലോ, ശ്രീ JR പത്മകുമാർ. അല്ല, ഞങ്ങൾക്ക് ഇതിലൊന്നും ഭയമില്ലല്ലോ. ഇത് എത്രയോ കാലമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി തുടരുന്നൊരു ഈ രീതിയാണ്. അപ്പൊ അവർക്ക് അധികാരം കിട്ടുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ രേഖയുണ്ടാക്കി, പോലീസിനെ ഉപയോഗിച്ച് രേഖയുണ്ടാക്കി. യെസ്, ഫോണിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. താങ്കൾ പറയുന്നത് കൃത്യമായി കേൾക്കുന്നില്ല. താങ്കളുടെ പ്രതികരണം വേണം എന്നുള്ളത് വളരെ അനിവാര്യവുമായിരുന്നു. ഫോണിന്റെ സാങ്കേതിക തകരാറ് കൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ ലൈനിന്റെ പ്രശ്നമാവാം. ഈ ഘട്ടത്തിൽ അത് മനസ്സിലാവുന്നില്ല.